എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ആഴ്ച ചെക്ക് കേസ്, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ വഞ്ചന കുറ്റം ഒക്കെ ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി, സുപ്രീം കോടതി വിധികൾ വന്നിട്ടുണ്ട്. തുടർന്നുള്ള പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തകളും നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നും ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസും ലൈക്കും കമൻറ്റും ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ റീച്ച് കിട്ടത്തുള്ളൂ, എനിക്കും പ്രചോദനമാകത്തുള്ളൂ. ചെക്ക് കേസിൽ സാമ്പത്തിക ശേഷി സംബന്ധിച്ച് പ്രതിരോധം. സുപ്രീം കോടതി വിധി. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ യാത്രക്കാർക്കും പരിരക്ഷ. സുപ്രീം കോടതി. കരാർ അവസാനിപ്പിച്ചത് കൊണ്ട് മാത്രം വഞ്ചന കുറ്റമാകില്ല. സുപ്രീം കോടതി. സർക്കാർ അപ്രഖ്യാപിത സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നു. പിണറായി വിജയൻ. ഓപ്പറേഷൻ തൂഫാൻ. കാസർഗോഡിൽ MDMA-യുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. അഭിജിത്ത് ദീപ്കെ ജന്തർ മന്ദിർ സീസൺ 2 ഉടൻ ഡൽഹിയിൽ ആരംഭിക്കും. പോക്സോ കേസിൽ പിതാവിനെ കുറ്റവിമുക്തനാക്കി. 18 മാസം ജയിൽ കഴിഞ്ഞതിന് ശേഷം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി ഉപഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക്. കേരള സർക്കാർ. നഴ്സാർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ചെക്ക് കേസിൽ സാമ്പത്തിക ശേഷി സംബന്ധിച്ച പ്രതിരോധം. സുപ്രീം കോടതി. പ്രധാനമായിട്ട് ചെക്ക് കേസ് ഫയൽ ചെയ്യുമ്പോൾ ഈ സാമ്പത്തിക ശേഷി, കംപ്ലൈനറിൻ്റെ വാദിയുടെ സാമ്പത്തിക ശേഷി എന്താണെന്നുള്ളത്, അയാൾക്ക് ലോണുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അത് തെളിയിക്കേണ്ടത്, ആ പ്രതിരോധം കൊണ്ടുവരേണ്ടത് എപ്പോഴും പ്രതിയാണ് എന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതി ഇത് ഡിമാൻഡ് നോട്ടീസ്, ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് നോട്ടീസ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ, അതായത് കംപ്ലൈനന്റ് വാദി ഡിമാൻഡ് നോട്ടീസ് അയക്കും. അപ്പോൾ പ്രതിക്ക് ഇതിൻ്റെ റിപ്ലൈ അയക്കാൻ പറ്റും ഈ നോട്ടീസിൻ്റെ. ആ സമയത്ത് പ്രതി പറഞ്ഞിരിക്കണം, ഇത് ആ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള യാത്രക്കാരുടെ പരിരക്ഷ ലഭിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ ഈ പരിരക്ഷ ലഭിക്കില്ല. പല ഇൻഷുറൻസ് കമ്പനീസും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പരിരക്ഷ ലഭിക്കില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാറുണ്ട്. അത് ഇനി മുതൽ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്നുള്ള സാഹചര്യങ്ങളിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിലെ യാത്രക്കാർക്കും ഈ പരിരക്ഷ, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസിയുടെ പരിരക്ഷ ലഭിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കരാർ അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രം വഞ്ചന കുറ്റമാകില്ല. സുപ്രീം കോടതി. സാധാരണ കരാർ എന്ന വഞ്ചന കുറ്റം സാധാരണ നിലനിൽക്കുന്നത് കരാറുമായി ബന്ധപ്പെട്ട് ആണ് നിലനിൽക്കുന്നത്. പക്ഷേ കരാർ അവസാനിപ്പിച്ചു എന്നൊരു കാരണം കൊണ്ട് മാത്രം വഞ്ചന കുറ്റം നിലനിൽക്കില്ല എന്നതാണ്. കരാറുമായി ബന്ധപ്പെട്ട് സിവിൽ കേസസ് മൂവ് ചെയ്യാം. പക്ഷേ ഈ കരാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ആ ആരംഭ സ്റ്റേജിൽ തന്നെ ഈ കരാറിൽ ഏർപ്പെടുന്ന പ്രതിക്ക് ഇയാളെ വഞ്ചിക്കണം, അതായത് വാദിയെ വഞ്ചിക്കണം എന്ന ഇന്റൻഷൻ വേണം എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഈ വഞ്ചന കുറ്റം നിലനിൽക്കൂ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കി. സർക്കാർ അപ്രഖ്യാപിത സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജും സർക്കാരിൻ്റെ ഈ ഒരു നടപടി, ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസർഷിപ്പ് നടക്കുന്നു എന്നാണ് ആ ഒരു പ്രചരണമുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് വീണ ജോർജും പ്രതികരിച്ചിട്ടുള്ളത്. മുൻ നമ്മുടെ കേരള സംസ്ഥാന ഫൈനാൻസ് മിനിസ്റ്റർ, ധനമന്ത്രി KN ബാലഗോപാലും ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ, നമ്മുടെ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടിടുന്ന പല പോസ്റ്റുകളും അപ്രത്യക്ഷമാവുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് വ്യാപകമായി വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പ് വരുത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. തുടർന്ന് പല വിധമായ രൂക്ഷ വിമർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മെറ്റ തന്നെ അത് വിശദീകരിച്ചിരിക്കുന്നത് അവരുടെ ടെക്നിക്കൽ ഗ്ലിച്ച് എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതായത് സാങ്കേതികമായ തകരാർ മൂലമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റയുടെ വിശദീകരണം. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അത് വലിയ വാർത്തയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി
ബന്ധപ്പെട്ട് വളരെ അടുപ്പമുള്ള വ്യക്തികളെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു ന്യായീകരണം എന്നത് നവകേരള സദസ്സുമായി അന്ന് മുൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വലിയ മർദ്ദനമേറ്റു. അതുമായി ബന്ധപ്പെട്ടാണ് പിണറായി വി.ഡി. സതീശൻ കാണാൻ പോയതും ആ ഒരു ബന്ധമാണെന്നാണ്. പക്ഷെ അതിന് മുന്നേ ബന്ധമുണ്ടെന്നുള്ളത് പല ന്യൂസും പല പേജൊക്കെ വരുന്നുണ്ട്, ഫോട്ടോസൊക്കെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു വിമർശനത്തിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒരു സമ്മർദ്ദത്തിലാവുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്യാങ് ആ ഒരു ഏരിയയിൽ കാസർഗോഡ് ബന്ധപ്പെട്ടുള്ള പല ജില്ലകളിലും അവർ ഈ മയക്കുമരുന്നിൻ്റെ MDMA സപ്ലൈസ് ആണ് എന്നൊരു ന്യൂസും വരുന്നുണ്ട്. അഭിജിത്ത് ദീപ് കെ ജന്തർ മന്ദറിൽ സീസൺ 2 പ്രതിഷേധത്തിൻ്റെ സീസൺ 2 തുടങ്ങുന്നുവെന്ന് വാർത്തയും വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് പലവിധമായ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പലവിധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ, സാമൂഹിക പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നൽസാർ യൂണിവേഴ്സിറ്റിയിലൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അവിടെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ എൻറോൾമെൻറ്റ് സെറിമണി നടത്തുവാനായിട്ട് അതിന് ഗസ്റ്റായിട്ട് വരാൻ വേണ്ടി അവർ വിളിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിഷേധിച്ചു. അതുമായി ബന്ധപ്പെട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അവരെ ഈ കോൺവൊക്കേഷൻ മാറ്റി വെച്ചുകൊണ്ടൊക്കെ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അതിനും ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായി. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു നല്ലൊരു നിലപാട് അദ്ദേഹം എടുത്തു. അത് വളരെ നമുക്ക് വളരെ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇടുക്കിയിലെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പിതാവിനെതിരെ സ്വന്തം മകൾ പോക്സോ കേസ് കൊടുത്തത്. ആ പിതാവ് 18 മാസമാണ് ജയിലിൽ കഴിഞ്ഞത്. എന്ത് ക്രൂരമായ അവസ്ഥ! എൻ്റെ സ്വന്തം പിതാവിനെതിരെ. അതിന് പറയുന്ന റീസൺ എന്നത്, അതിൻ്റെ കാരണം അവരുടെ ആ ഒരു പ്രണയമുണ്ടായിരുന്ന ആ കുട്ടിക്ക് അത് പിതാവ് നിരസിച്ചത് കൊണ്ടാണ് ഈ ഒരു ക്രൂരത ചെയ്തു എന്നതാണ്. ഈ മകളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ പിതാവിനോടാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് വളരെ പരിതാപകരമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി ഉപഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരള സർക്കാർ. മുൻ സർക്കാർ ചെയ്തിരുന്ന നല്ലൊരു പ്രവർത്തനമാണ് കൃത്യമായി സാമൂഹ്യ പെൻഷൻ കൊടുക്കുക എന്നതൊക്കെ. അവർക്ക് കോപ്പറേറ്റീവ് ബാങ്ക് വഴിയൊക്കെ വീടുകൾ എത്തിച്ചു നൽകിയിരുന്നു. ഒരുപാട് പേർക്ക് അതൊരു ആശ്രയമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രവണത അത്ര നല്ലൊരു പ്രവണതയല്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് കേരള സർക്കാർ ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് വീട്ടിൽ എത്തിച്ച് നൽകണം എന്നതാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്ക് ഈ ഒരു ക്യാഷ് വളരെ ആശ്രയമാണ്, വളരെ ആശ്വാസമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസും ലഭ്യമാകും. എല്ലാവരും ലൈക്കും ഷെയറും പ്രത്യേകിച്ച് കമൻറ്റും ചെയ്യുവാനായിട്ട് മറക്കാതിരിക്കുക. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ.